ഹലോ ദോസ്തോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടക്കലാണ്. കോട്ടക്കൽ ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഇസ്മായിൽമാരും സംഗമിക്കുന്ന ദിവസമാണ് ഇന്നിവിടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും മറ്റും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്കൊന്ന് ഉള്ളിൽ കയറി വെക്കാം, ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കയറുന്ന സമയത്ത് തന്നെ ഇവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ ഇസ്മായിൽമാർ കാരണന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ഇസ്മായിൽമാരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഇസ്മായിൽമാരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇതിൽ അംഗത്വം ആവാത്ത എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഇസ്മായിൽമാരും നമ്മളെ ഈ ഒരു കൂട്ടായ്മയിൽ അംഗമാവുക. അവരുടെ നമ്പർ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതി. നമ്മളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. ഒരു കുറഞ്ഞൊരു ഫീസും നമ്മളിവിടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ചെറിയൊരു കഴിയുന്ന വിധം എത്ര ആയാലും വേണ്ടില്ല നമ്മളിവിടെ ഈടാക്കണം. കാരണം നമ്മളെ ഈ പരിപാടിക്ക് തന്നെ വൻ ചിലവുണ്ട്. ഭക്ഷണങ്ങളായിട്ടും ഈ കോൺഫറൻസ് ആളിനൊക്കെ ആയിട്ട് വൻ ചിലവുണ്ട് നമ്മളെ ഈ പരിപാടിക്ക്. നമ്മളെ ഇസ്മായിൽമാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഏതായാലും വരി ചായ കുളിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളെ ഇസ്മായിൽ നമ്മളെ ഭാരവാഹികൾ ഏതായാലും നമ്മളെ പട്ടിണിക്ക് ഇടൂല, പള്ള അരച്ചിട്ട് തന്നെ ഇവിടുന്ന് വിടുള്ളൂ. അപ്പം ചായയും കാര്യങ്ങളൊക്കെ രാവിലെയൊക്കെ തന്നെ ചായ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാതുണ്ട്, ഒക്കെ റാഹത്താണ്. അൽഹംദുലില്ലാ. ചായ ഒക്കെ തട്ടാ എടുത്തോളി. ഇനി നമ്മളുടെ പ്രമുഖ നമ്മളെ ഗായകൻ നമ്മളെ ഇസ്മായിൽ ആനക്കായത്തിൻ്റെ ഗാനമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അടുത്തത് നമ്മുടെ കരുവാരംകുണ്ട്, പേരടുത്ത് പറയുന്നില്ല, എല്ലാവരും ഇസ്മായിൽ ആയതുകൊണ്ട് കരുവാരക്കുണ്ടിൻ്റെ ഗാനാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ പുറത്തൂർ ഇസ്മായിലൊക്കെയാണ്. രജിസ്ട്രേഷൻ പുതിയ ഒരുപാട് വളരെ സന്തോഷം. ഞാനും നിങ്ങളെപ്പോലെ ഒരു വലിയ ഇസ്മയിൽ പുറത്തൂർ ചന്ദ്രവട്ടം തിരുവനന്തപുരം. അദ്ദേഹത്തെ കൂടുതൽ വിശദമായി നമുക്ക് പരിചയപ്പെടാം. ഇങ്ങനെയൊരു വേദി ഒരുക്കാൻ സർവശക്തന്റെ തുണയോടുകൂടി നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷങ്ങളായിരുന്നു കൊണ്ടാണ് ഒരുപാട് വളരെ സന്തോഷം. വേദി നമ്മുടെ ഔപചാരികമായ ഇന്നിവിടെ ഇസ്മായിൽ പാടുന്നു. അപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഇസ്മായിൽമാർ പാടാണെങ്കിൽ അവരൊന്ന് പാടും. കണ്ടംപുറത്ത് വളാഞ്ചേരി ഇസ്മായിൽക്ക ഖിറാഅത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العظيم. السلام عليكم ورحمة الله.
നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേരാൻ വളരെ കാരണമായിട്ടുള്ള നമ്മുടെ ഇസ്മായിൽ അരക്കുപറമ്പിന്റെ ആ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ അതുപോലെ ആ ഒരു പ്രതീക്ഷകളുമാണ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒത്തുചേർന്നത്. ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലർക്കും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും ഇസ്മായിൽ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു 5 ഇസ്മായിൽ അല്ലെങ്കിൽ 10 ഇസ്മായിൽ ഒരുമിച്ച് കിട്ടാൻ. പക്ഷെ നമുക്ക് ആർക്കും കഴിയാത്ത ഒരു കാരണം തീർച്ചയായിട്ടും നമ്മുടെ പ്രസിഡന്റായിട്ടുള്ള ഇസ്മായിൽ അരക്കുപറമ്പിന്റെ പ്രയത്നം തന്നെയാണ്. ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ ജ്യേഷ്ഠന്മാരും കാരണന്മാരെ, വേദിയിരിക്കുന്ന ഇസ്മായിൽ കൂട്ടായ്മയുടെ സംസ്ഥാന നേതാക്കന്മാരെ, എല്ലാ ഭാരവാഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇസ്മായിൽ കൂട്ടായ്മയുടെ ജില്ലാ കമ്മിറ്റി രൂപീകരണവും ജില്ലാ സംഘവുമായി ബന്ധപ്പെട്ടില്ല. ഒരു ഗ്രാമത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇസ്മായിൽ അമ്പാടിനെ വളരെ സ്വാഗതം നല്ല എനർജറ്റിക്കായി സ്വാഗതം ചെയ്യാം. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പാട്ട് പറമ്പിൽ പീടിക ഇസ്മായിൽ ഖാൻ, ഇവിടെ നമ്മളെ ആക്ടിംഗ് പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം. മലപ്പുറം ജില്ലാ കൂട്ടായ്മ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി, ട്രഷറർ, മലപ്പുറം ജില്ലാ സെക്രട്ടറി, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എത്തിയിട്ടില്ല, അദ്ദേഹം പനിയാണെന്നാണ് പറഞ്ഞത്, അദ്ദേഹം എത്തിയിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ 200 ആളെ പ്രതീക്ഷിച്ച് ഏതായാലും ഏകദേശം 100 ആള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ട്, ഇനി വരാമെന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും നമ്മുടെ ഈ പരിപാടി വൈകിട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് എല്ലാവരും എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അപ്പം ഇവിടെ ഒരുപാട് പേര് ആശംസകൾ അറിയിപ്പിക്കാറുണ്ട്. സാധിച്ചതിന്റെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ എത്തിച്ച നമ്മുടെ ഇസ്മായിൽ അരക്കുപറമ്പിനെ മുഖ്യ പ്രഭാഷണത്തിന് സ്വാഗതം ചെയ്യുന്നു. നല്ല പ്രായത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇസ്മായിൽ കൂട്ടായ്മയുടെ സ്ഥാപകൻ അരക്കുപറമ്പ് പെരിന്തൽമണ്ണ. ഞാൻ ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കാനൊരു കാരണക്കാരനായി അത് മാറും. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ പ്രസംഗിക്കാനെന്ന് പറയില്ല, ഞാൻ നാടനാണ്, എനിക്ക് കഴിയുന്ന കാര്യങ്ങളോട് ഞാൻ കാര്യങ്ങൾ പറയും. അപ്പൊ ആദ്യം പറയുന്നത് എല്ലാവരും നേരത്തെ വന്നാവൂലേ, ദൂരം നിന്ന് വന്ന ആളുകളൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ ആ ഉറപ്പ് വന്നാണ് അല്ലേ. ഈ പറ്റുന്ന ആൾക്കാര് പറ്റുമൊക്കെ ഇങ്ങനെ കയറിയിട്ടാണെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവും അല്ലെ. ബാക്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു പോയി കുറെ കസേര മുന്നിൽ അല്ലേ. എല്ലാവരും ഒഴിഞ്ഞു കയറിയിരിക്കുക, പുറകില് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ, മുന്നിൽ ഗ്യാപ്പ് കയറില്ല, അപ്പോഴതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാവരും എന്തോരഴകാണെന്നേ, എന്തോരഴകാണെന്നേ, പഞ്ചവർണ്ണ കിളി ചേരുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണും നടച്ചാലോ കാണാൻ കാവിനഴകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, എന്തോരഴകാണെന്നേ. ഇയാളെ പോലെ ചെറിയ കണ്ണു നോക്കാം, അത് അവളും എടുത്ത് പാടുന്ന ഒരു പാട്ടായതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ഇത് വെറുതെയാണ് സ്പെഷ്യൽ ബർത്ത്ഡേക്ക്. ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും സന്തോഷം. നല്ലൊരു ബർത്ത്ഡേക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാട്ട് പാടാം. പാടില്ലേ? പാടും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാവർക്കും നമുക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല നല്ല വീക്ഷണങ്ങളും പ്രതീക്ഷകളും നമുക്ക് കാത്തുകൊള്ളാം. ലെറ്റ്സ് വെൽക്കം സർ പ്ലീസ്.
അടുത്ത ഇതാ നമ്മളെ മുതുകുറ്റി സാറാണ്, കണ്ണൂർ ജില്ല മുതുകുറ്റി സാറ്. നമ്മളെ നമ്മളെ കൂട്ടായ്മയിലെ ഒരു പോലീസ് ഓഫീസർ കൂടിയാണ് അദ്ദേഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ നമ്മുടെ ഇസ്മായിൽ കൂട്ടായ്മയ്ക്ക് കമ്മിറ്റിയിൽ ഞാൻ ശരിക്കും കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചതിന് ആദ്യം തന്നെ സംസ്ഥാനത്ത് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ അത് എങ്ങനെയാണ് രൂപീകരിച്ചത് എന്നൊക്കെ അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഇവർക്ക് ഷെയർ ചെയ്യാനാണ് ഇവരെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ ആഡ് ചെയ്തത്. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇന്നലെ ഇപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, മുതുകുറ്റി ഇപ്പോൾ മലപ്പുറംകാരനായിരുന്നു ചോദിക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ഇവിടെ മാത്രം ഇടപെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മുതൽ ഇതിന് ശേഷം നമ്മുടെ കണ്ണൂർ കമ്മിറ്റി എടുത്തതിന് ശേഷം ഒരു മീറ്റിംഗ് പോലും ചേർന്നില്ല. അപ്പോൾ ഈ അടുത്ത ആഴ്ചയാണ് ആദ്യത്തെ യോഗം. അപ്പോൾ ഒരു ഇടപെടലും നടത്താത്തത് കൊണ്ട് തന്നെ എല്ലാവരും ചെറിയൊരു വിമുഖതയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുതുശ്ശേരി എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം കുറച്ച് ലാഗിയുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാം. നമ്മുടെ ഉദ്ഘാടകൻ പുതുശ്ശേരി നിറമരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ CK ഇസ്മായിൽ സാഹിബ്, പാരായണം നടത്തിയ ഇസ്മായിൽ കണ്ണപ്പുറത്തവர்கள், അങ്ങനെയുള്ള വിഷയത്തിൽ ഒരിക്കലും തന്നെ നല്ല ഒരു അഡ്വൈസാണ്. വാസ്തവത്തിൽ അത്തരത്തിൽ നല്ല ഇടപെടൽ നടത്തുന്ന ഒരു സംഘമായി ഇസ്മായിലുമായി മാറട്ടെ. മാതൃകാപരമായി പല പേരുകളിൽ പല സംഘടനകളും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുക എന്നത് ഒരാപരാധമായിട്ട് നമ്മൾ കാണുക. അതൊരു കാരുണ്യ സ്പർശം എന്ന നിലക്ക് അതിന്റെ ഇസ്മായിൽമാര് തയ്യാറാകുന്നു എന്നുള്ളത് ആ സംഘടനയെ വ്യത്യസ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പൂർവോപരി ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ തുറക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഈ നമ്മുടെ ഈ സംഗമത്തെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഇസ്മായിൽ കൂട്ടായ്മയുടെ ഈ ജില്ലാതല കമ്മിറ്റി രൂപീകരിക്കുന്ന സംഗമം ഔപചാരികമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ മുതുകുറ്റി സാറിനെ പൊന്നാടണിഞ്ഞ് ആദരിക്കുകയാണ്. Thank you, President Director. Thank you, President Ismail. Thank you so much. നമ്മുടെ എല്ലാം നമ്മുടെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത ഇസ്മായിൽ സാഹിബ് സന്തോഷത്തോടെ നമ്മുടെ നാട്ടിൽ എവിടെയായാലും ഒരു കൂട്ടായ്മയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അസ്സലാമു അലൈക്കും. ഞാൻ പാലക്കാട് ജില്ലയിലാണ്, പാലോട് എന്ന സ്ഥലത്താണ്. നമ്മുടെ പ്രസിഡന്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് പോകണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇസ്മായിൽ എന്നുള്ള പേരുള്ള എല്ലാവരും ഒരുമിച്ച് പോകണം, ഇത്രേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. നമ്മളെ ട്രഷറ് പുല്ലൂര് തിരൂര് കേട്ടോ, നമ്മളെ ട്രഷർ കൂടിയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ പരമാവധി നമ്മളെ കേരളത്തിലുള്ള എല്ലാ ആളുകളുടെ ഇടയിലും എത്തിയിട്ട് ഒരു നല്ല കൂട്ടായ്മ ആളുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ
എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ പ്രസിഡന്റ് പറമ്പിലും അതുപോലെ അമ്പാട് എല്ലാം നമുക്ക് വേണ്ടുന്ന നല്ല നല്ല നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എനിക്ക് കാര്യമായിട്ട് നമ്മളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരു നല്ല നടക്കട്ടെ. ഇനി അടുത്ത സെഷൻ നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടുത്തലാണ്. ആരെങ്കിലും സ്വയം പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോരുത്തരും വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് ഇത് നമ്മളെ മെമ്പർഷിപ്പിനുള്ള ഫോമാണ്. നമ്മളെ ഇസ്മായിൽ കൂട്ടായ്മയിലെ മെമ്പർഷിപ്പ്. നമ്മളെ പല ആവശ്യത്തിനും നമുക്ക് ആവശ്യം വരുന്ന നമ്മളെ മെമ്പർഷിപ്പുകൾ നമ്മളെ ഭാവിയിൽ ഒരുപാട് ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ഭാരവാഹികൾ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മെമ്പർഷിപ്പിൻ്റെ എല്ലാവിധ നമ്മളെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളെ കാക്കേണ്ട സ്മേക്ക എല്ലാ ഇസ്മായിൽമാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മാറാക്കര പഞ്ചായത്ത് കാടാമ്പുഴ ദേശത്ത് മാറാക്കര AC നിരപ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. എൻ്റെ വീട്ടു പേര് കല്ലെന്നാണ്. ഞാൻ മഞ്ചേരി ആനക്കയത്താണ് താമസം. ഞാനൊരു കണ്ണാശുപത്രിയിൽ പബ്ലിക്കേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരുപക്ഷെ കുറച്ച് മുമ്പേ ഇവിടെ സിംഗന്മാരൊക്കെ പറഞ്ഞ കൊണ്ട് KCB ക്യാഷറായി വർക്ക് ചെയ്യുന്നു. ഗവൺമെന്റ് സർവീസിൽ 13 വർഷമായി. എന്നും വെറൈറ്റി വ്യത്യാസമായ ഒരു ട്രാക്കിൽ പോകുന്ന ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതൽ പൊതുപ്രവർത്തനങ്ങളിലുണ്ട്. കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഓഡിയോ എഡിറ്ററാണ്. ഒരു 10 വർഷത്തോളം പള്ളിയും മദ്രസയുമായി ജോലി ചെയ്ത ആളാണ്. അതിനുശേഷം ഒരു 10-15 വർഷത്തോളം ഗൾഫിൽ മക്കത്ത് ജോലി ഉണ്ടായിരുന്നു. നാട്ടില് ലീഗിൽ വന്നതാണ്. തിരക്കാലം കൊണ്ട് പിന്നെ ഗൾഫിൽ പോയിട്ടില്ല. നാട്ടിൽ തന്നെ അങ്ങനെ നിന്നു. ഞാൻ താഴേക്കോടാണ് ജോലി ചെയ്യുന്നത്. കുന്നപ്പള്ളി അടുത്ത് മദ്രസയിലാണ്. അങ്ങനെ പലപ്പോഴും സുരക്ഷയാണ്. എൻ്റെ അടുത്തുള്ള ആളുകളുണ്ട്. ഏക്കാടി ഇസ്മായിൽ, വൈലത്തൂര്, താമര തൊട്ടക്കുണ്ട്. ഞാൻ ഞാൻ ഇസ്മായിൽ ഇവിടെ കോട്ടയം കെട്ടിങ്ങൽ സ്ഥാപനത്താണ്. ഞാൻ നിങ്ങളുടെ സംഗമത്തിന് ഞാൻ അങ്ങാടിക്കുളത്ത് അടുത്തൊരു ഉത്തരങ്ങാടി എന്നുള്ള സ്ഥലത്താണ് വരുന്നത്. ഞാൻ ഏകദേശം 1.5 കിലോമീറ്റർ അടുത്തുള്ള ഒരു പ്രദേശം അടീരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അടീരി എന്ന് പറയുന്നത് കോട്ടയം ടൗണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. തിരൂര് സംഗമത്തെ കുറിച്ച് കേട്ടിരുന്നു. നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വമേധയാ നമ്മൾക്ക് എനിക്ക് ഇതിൽ പ്രവർത്തിക്കണം, എന്തായാലും എനിക്ക് ഇതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അങ്ങനെ ആരെങ്കിലും കുറച്ചാളുകൾ പ്രസിഡന്റ് ആകാൻ പറ്റിയ നിങ്ങളിൽ നിന്ന് ഇപ്പൊ ഇവിടെ അപ്പോ പ്രസിഡന്റായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ സംസാരിച്ച തന്നെല്ലാം അവരെയാണ് ഒന്ന് എഴുന്നേറ്റ്. അടുത്തത് സെക്രട്ടറി നമ്മള് സെക്രട്ടറി, അതായത് ജനറൽ സെക്രട്ടറി, ഒരു ജനറൽ സെക്രട്ടറിയും
ജനറൽ സെക്രട്ടറി ആയിട്ട് നമ്മുടെ KSEB വർക്ക് ചെയ്യുന്ന പെരുമാറ്റമുണ്ട് അവർക്ക് അപ്പൊ മൂപ്പര് നല്ല കോൺഫിഡൻസ് അതായത് പ്രസിഡന്റിനെ ഇസ്മായിൽ ജോയിന്റ് സെക്രട്ടറി മഞ്ചേരിയുള്ള ഒരാൾ നമ്മളെ കാര്യപരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കട്ടോ. നമ്മൾ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. എന്നിട്ട് എല്ലാവർക്കും പിരിയാം ഇൻഷാ അല്ലാഹ്. ഇനിയും ഒരുപാട് ആളുകൾ നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് അണിചേരണം. വീഡിയോ കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഇസ്മായിലുകളും, അതായത് മറ്റുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇസ്മായിൽമാരെ ഈ ഒരു സംഗമത്തിലേക്ക് ക്ഷണിക്കണം. കാരണം ഒരുപാട് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഇതിനൊക്കെ നമുക്ക് കഴിയുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു കൂട്ടായ്മയിൽ അണിചേരുക. നമുക്ക് ഇതൊരു ഗിന്നസ് റെക്കോർഡായിട്ട് മാറ്റിയെടുക്കാൻ നോക്കണം.